ഗുണ്ടുകളുടെ കച്ചവടം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ചിലത് വ്യാജ ഗുണ്ടാണെങ്കിൽ ചിലത് ഒറിജിനൽ പാചകക്കാരായ ചില ആളുകൾ പുറത്തിറക്കുന്ന ഒറിജിനൽ ഗുണ്ടുകളാണ്. വ്യാജ ഗുണ്ട ഏതാണെന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കാർഡ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ കാർഡിൽ പറയുന്നത് PMA സലാമിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഞാൻ ഈ സലാമുക്കായെ വിളിച്ചപ്പോൾ സലാമുക്ക അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ടർ ചാനലും പുറത്തുവിട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ സമകാലിക മലയാളം ഒരു സ്റ്റേറ്റ്മെൻറ്റ് സലാമുക്കയുടെ പേരിൽ എഴുതിയത്രേ. അതായത്, ഞങ്ങൾ പറയുന്ന ആൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മുന്നണി വിടും, അതിനിഷ്ടം പോലെ തെറി വിളിച്ച് അവരോട് പറഞ്ഞു എന്നാണ് PMA സലാം എന്ന ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. പിന്നെ മറ്റൊരു ഗുണ്ട് നിങ്ങൾ കണ്ടല്ലോ, അതായത് കോൺഗ്രസിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് ഇത് അവസാനിച്ചില്ലെന്ന് വരുത്താനും വേണ്ടി CPM നേതാവിൻ്റെ നേതൃത്വത്തിൽ സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാലിന് ഫ്ലെക്സ് കൊണ്ടുവെക്കുന്നു. വാർത്ത വരുന്നത് എങ്ങനെയാണ്? KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് വീണ്ടും ഫ്ലെക്സ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രസകരമായ ഗുണ്ട്. ഈ ഗുണ്ടുകളുടെ ഇടയിൽ ഇതൊക്കെ വ്യാജ ഗുണ്ടുകളാണെങ്കിൽ ഒറിജിനൽ ഗുണ്ട് ഒരു പാചകക്കാരൻ പുറത്തിറക്കുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമം മീഡിയ വണ്ണിൻ്റെ ധനസുമോദ് എന്ന് പറയുന്ന പാചകക്കാരനാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഒരു ഗുണ്ട് പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ ഗുണ്ട് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരു ഏജൻസിയെ ദേശീയ നേതൃത്വം പഠിക്കാൻ ഏൽപ്പിച്ചു, ജനവികാരം എങ്ങനെയുണ്ട് എന്നറിയുന്നതിന് വേണ്ടി. ഇതേ ധനസുമോദ് തന്നെ വേറൊരു ഗുണ്ടിറക്കിയിരുന്നു. അതായത്, നിരീക്ഷകരുടെ റിപ്പോർട്ട് തള്ളി ജനവികാരം പരിശോധിക്കാൻ പ്രത്യേക സമിതി വരുന്നു എന്നൊരു ഗുണ്ടടിച്ചിരുന്നു. ആ ഗുണ്ട് ഏറ്റില്ല. ആ ഗുണ്ട് ഏക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ധനസുമോദിന് മാത്രം മനസ്സിലാകുന്ന ഒരു പുതിയ ഗുണ്ട് വിട്ടത്. ആ ഗുണ്ട് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിലെ ഈ പാർട്ടി അറിയാതെ AICC നേതൃത്വമോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോ ഒന്നും അറിയാതെ ധനസുമോദ് തന്നെ ഒരു ഏജൻസിയെ നിയമിച്ചു. എന്നിട്ട് ആ ഏജൻസി AICCക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് അനുകൂലം, വികാരം തുളുമ്പി എന്ന് പറഞ്ഞാണ് രാവിലെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഈ ധനസുമോദാണ് കോൺഗ്രസ്സിലെ വലിയ സംഭാവനകൾ ചെയ്ത ഒരു വലിയ നേതാവായ രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്നിട്ട് അവസാനം ഉസ്മാൻ കത്തിച്ച് മടങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ ഈ മീഡിയ വണ്ണിലെ ഒരു ഗുണ്ട് പാചകക്കാരനാണ്. പാചകത്തോടെ പാചകമാണ്. ചില ചാനലുകളിലൊന്നും ഇത് വിൽക്കില്ല, ഒരു പരിധിയാകുമ്പോൾ അവർ തടയും. പക്ഷേ മീഡിയ വണ്ണിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി ഈ ഗുണ്ടുകൾ യഥേഷ്ടം അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധനസുമോദ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അടിക്കുന്നത് നല്ലതാണല്ലോ. അന്ന് ചർച്ച നടന്നപ്പോൾ തന്നെ കണ്ടില്ലേ, 3 നേതാക്കൾ അകത്ത് കയറി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അടിച്ചുവിട്ട ഗുണ്ടുകളിൽ ചിലത്, അതായത് VD സതീശൻ പറവൂരിൽ മത്സരിക്കില്ല, ഞാൻ രാജിവെക്കാം, അവിടെ KC വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന് VD സതീശൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള ഗുണ്ടെല്ലാം പാചകം ചെയ്തത് ധനസുമോദാണ്. മറ്റ് ചാനലുകളിൽ പ്രശാന്ത് രഘുവംശം, ബസന്തിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് ഈ നിലവാരത്തിൽ ഗുണ്ടുണ്ടാക്കാൻ കഴിയില്ല. ഇതൊരു സവിശേഷമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ പോലും ഒരു സവിശേഷമായ രീതിയിലാക്കി കടന്നുപോയ ഒരു വ്യത്യസ്തമായ പാചകക്കാരനാണ് ഈ ഗുണ്ട് പാചകക്കാരൻ. അതുകൊണ്ട് ദയവായി ഇത് ഓരോരുത്തരും എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഒറിജിനലാണോ ശരിയാണോ ഇങ്ങനെയൊന്നും ഉണ്ടായോ എന്ന് ചോദിക്കരുത്. ഇതൊക്കെ ഗുണ്ടാണ്. പാർട്ടി എല്ലാവരെയും കേട്ടു, ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. ചിലപ്പോൾ ആ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇവരെ 3 പേരെയും ഒരിക്കൽ കൂടി നാളെയോ മറ്റോ വിളിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തിയായിരിക്കും പ്രഖ്യാപിക്കുക. അവർ 3 പേരുടെയും സാന്നിധ്യത്തിലായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത്. ഇതൊക്കെ നമ്മുടെ മീഡിയ വണ്ണിൻ്റെയും ധനസുമോദിൻ്റെയും ഒക്കെ ഗുണ്ടാണ് എന്നുള്ളത് മറക്കാതിരിക്കുക.